നമസ്കാരം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനോടൊപ്പം ഇന്ന് ചേർത്ത് വായിക്കേണ്ട പേരാണ് ബംഗ്ലാദേശിൻ്റെത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങി നൽകിയതാണ് ബംഗ്ലാദേശിന്. ചുരുക്കത്തിൽ ഇന്ത്യക്കാരുടെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും ഭാഗമായി രൂപം കൊണ്ട ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. എന്നാൽ അതിൻ്റെ യാതൊരു നന്ദിയും ബംഗ്ലാദേശിനും ബംഗ്ലാദേശികൾക്കും ഇല്ല എന്നതാണ് സത്യം. പണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടെ ഇന്ത്യൻ താരങ്ങളുടെ തല വെട്ടുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്തുണ്ടാക്കി ചില ബംഗ്ലാദേശി പന്നികൾ പ്രചരിപ്പിച്ചത് ഏറെ വിവാദമായിരുന്നു. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രധാനമായും രാഷ്ട്രീയപരവും മതപരവും സാമ്പത്തികപരവുമായ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം നിലവിൽ വന്ന ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ കീഴിൽ ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ബംഗ്ലാദേശിൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണകൂടത്തിന്റെ വരവോടെ രാജ്യത്ത് മതപരമായ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഹിഫാസത്ത് ഇ ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്കെതിരെയും നിലപാട് ശക്തമാക്കി. ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങളും ക്ഷേത്രങ്ങൾക്കും ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും നേരെയുള്ള അതിക്രമണങ്ങളും ഇത്തരം ജിഹാദി ഗ്രൂപ്പുകൾ അഴിച്ചുവിട്ടു. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്കോൺ ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയാണെന്നും ഇന്ത്യൻ ഏജന്റാണെന്നും ആരോപിച്ച് ഈ സംഘടനയെ നിരോധിക്കണമെന്നും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അകൽച്ച പ്രകടിപ്പിക്കുകയും ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നു. അടുത്തിടെ ഒരു പാകിസ്ഥാൻ ജനറലിന് നൽകിയ സമ്മാനത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് അസം ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഒരു ഭൂപടം ഉൾപ്പെടുത്തിയിരുന്നു. ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന വിഘടനവാദപരമായ ആശയത്തെ ഇത് പിന്തുണയ്ക്കുന്നതായി ഇന്ത്യ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ ഇടപെടലാണ് ഹസീനയുടെ ഭരണത്തിന് തുടർച്ച നൽകിയത് എന്നാരോപിച്ച് ബംഗ്ലാദേശിൽ ബോയ്ക്കോട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് പോലെയുള്ള പ്രചാരണങ്ങൾ അടുത്തിടെ നടന്നിരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയെ വെറുക്കുന്ന, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ ഇതേ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം തങ്ങളുടെ മീറ്റിംഗിൽ ആലപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. അസമിലെ ശ്രീഭൂമി ജില്ലയിൽ നടന്ന ഒരു പാർട്ടി യോഗത്തിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല ആലപിച്ചതാണ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ഒക്ടോബർ 27 ശ്രീഭൂമിയിലെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസായ ഇന്ദിരാ ഭവനിൽ നടന്ന കോൺഗ്രസ് സേവാ ദൾ യോഗത്തിലാണ് സംഭവം അരങ്ങേറിയത്. പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കോൺഗ്രസ് നേതാവും കവിയുമായ വിധുഭൂഷൺ ദാസ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയുടെ ഏതാനും വരികൾ ആലപിക്കുന്നത് കാണാം. ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് പകരം മറ്റൊരു രാജ്യത്തിന്റെ ദേശീയ ഗാനം ആലപിക്കുന്നത് രാജ്യത്തോടുള്ള കൂറില്ലായ്മ തന്നെയാണ്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തോടും ദേശീയ വികാരങ്ങളോടുമുള്ള വ്യക്തമായ അനാദരവാണ്. അമർ സോനാർ ബംഗ്ലയുടെ ആലാപനം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ചില ബംഗ്ലാദേശി തീവ്രവാദ ഗ്രൂപ്പുകളും വിഘടനവാദികളും പ്രചരിപ്പിക്കുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയത്തിന് പരോക്ഷമായി പിന്തുണ നൽകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപടങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ നടപടി അങ്ങേയറ്റം അപലപനീയം തന്നെയാണ്. ഈ വിഷയത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്ക് കിഴക്കൻ പ്രദേശം തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന ബംഗ്ലാദേശ് പൗരന്മാരുടെയും ബംഗ്ലാദേശ് സർക്കാർ സംവിധാനങ്ങളുടെയും അവകാശവാദത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നത് തുല്യമാണ് ഈ പ്രവൃത്തി എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.